ഞാൻ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഡെർബി ബസ് സ്റ്റേഷനിലെത്തി പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ദിവസം കൂടെയാണ് ഒരു സണ്ണി ഡേ കിട്ടുന്നത്. 23 ഡിഗ്രിയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ. എന്നാലും രാവിലെ നല്ല തണുപ്പായ കാരണം ഫ്ലീസ് ജാക്കറ്റൊക്കെ എടുത്തുകൊണ്ടാണ് വർക്കിന് പോയത്. അതിപ്പോൾ വലിയ ബാധ്യതയായി. ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു ചെറിയ ഏരിയ ഉണ്ട്, അതാണിത്. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന ഒരു റിലാക്സേഷൻ കിട്ടും. ഡെർവെന്റ് എന്നാണ് ഈ നദിയുടെ പേര്. പണ്ട് റോമൻസ് ആണ് ഇവിടെ ഡെർവെന്റിയോ എന്നൊരു ചെറിയ പട്ടണം സ്ഥാപിച്ചത്. അതാണ് പിന്നീട് പറഞ്ഞു ഡെർബിയായി മാറിയത്. നിറയെ പ്രാവും താറാവൊക്കെയാണ് കേട്ടോ ഇവിടെ. ഒത്തിരി പേര് ദിവസവും വന്ന് ഫീഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ അടുത്തേക്ക് എന്നാലും അത് പറന്നു പോകുന്നൊന്നുമില്ല. എനിക്കിവിടെ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ നാട്ടിലെ മനുഷ്യരുടെ മൂഡും ഈ ക്ലൈമറ്റും എല്ലാം ഏറെക്കുറെ ഒരുപോലെയാണെന്നാണ്. ഒരു സണ്ണി ഡേ കിട്ടിയാൽ മാക്സിമം പുറത്തിറങ്ങി വെയിലൊക്കെ ആസ്വദിക്കാനായിട്ട് എല്ലാവരും നോക്കാറുണ്ട്. അതല്ല വിന്റർ സീസൺ ഒക്കെ ആയി കഴിഞ്ഞാലാണെങ്കിൽ ആരെയും നമ്മളങ്ങനെ അധികം പുറത്ത് കാണാറില്ല കേട്ടോ. ഈ വെയിലെന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും അത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും നോക്കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതം ജീവിക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ചു തന്നത് ഈ നാടാണ് കേട്ടോ. സമ്പാദിക്കാനുള്ള ഓട്ടവും പിന്നീട് സമ്പാദിച്ചത് ഒരു തരി പോലും കുറഞ്ഞു പോകാതെ മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും എത്തിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ എവിടേക്കോ നമ്മൾ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. എന്നാൽ ആകപ്പാടെയുള്ളൊരു ലൈഫ് കൊണ്ട് എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ ലോകം കാണണമെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഒരു വർഷം പണിയെടുക്കുന്നത് തന്നെ ആ വർഷത്തെ ഹോളിഡേ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനി ഇവിടെ കഥ പറഞ്ഞുകൊണ്ട് നിന്ന് ബസ് പോകുമെന്നുള്ള ബോധ്യം വന്നപ്പോൾ പതിയെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് എന്തായാലും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബസ് സ്റ്റോപ്പിൻ്റെ പുറകിലായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ല ലാവൻഡറാണ് ഇവിടെ പൂത്ത് നിൽക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന നാട്ടിലെ വാടാമല്ലി ചെടി പൂത്ത് വെക്കുന്നതാണ് കേട്ടോ. സിറ്റി സെൻറ്ററിൽ തന്നെയാണിത് ഈ ഗാർഡൻ ഒരുക്കി വെച്ചേക്കുന്നത്. 2 മാസം മുന്നേ വരെ ഇവിടെ ട്യുലിപ്സ് ആയിരുന്നു നിറയെ. ഇതിൽ നിന്ന് 1-2 എണ്ണം പറിച്ചാലോ എന്ന് പലതവണ ഞാൻ ആലോചിച്ചതാട്ടോ, പക്ഷെ വേണ്ടെന്ന് വെച്ചു. ഇവിടെ കറങ്ങി തിരിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നപ്പോൾ എൻ്റെ ബസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ശരി, ഞാൻ പോവാം കേട്ടോ. ബൈ ബൈ.